ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ പഴയ ഫോണിലെ വാട്സപ്പ് ഡേറ്റ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പലപ്പോഴും പലരും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ആൻഡ്രോയിഡിൽ നിന്നുള്ള വാട്സപ്പ് ഡേറ്റ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു പരിഹാര മാർഗ്ഗമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ആൻഡ്രോയിഡ് ടു ഐഫോണിലേക്ക് വാട്സപ്പിന്റെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതും എങ്ങനെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മൊത്തം കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. വാട്സപ്പ് ഉണ്ട്, GB വാട്സപ്പ് ഉണ്ട്, അതേപോലെ വാട്സപ്പ് ബിസിനസ് ഉണ്ട്. അങ്ങനെ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണ്. വാട്സപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് വരും. ഇവിടെ നമുക്ക് സോഴ്സ് ഡിവൈസ് കൊടുക്കണം, അതേപോലെ ഡെസ്റ്റിനേഷൻ ഡിവൈസ്, 2 ഡിവൈസുകൾ കൊടുക്കണം. അതായത് ഏത് ഡിവൈസിൽ നിന്നാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഡിവൈസും ഇവിടെ കണക്ട് ചെയ്യണം. ഏത് ഡിവൈസിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു ഡിവൈസും കണക്ട് ചെയ്യണം. ഒന്നുകിൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS, അതായത് ആൻഡ്രോയിഡ് ടു iOSഉം ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡും ഒക്കെ നമുക്ക് ഇതിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എത്താൻ സാധിക്കും. ഈ വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. ഇനി ഇതിന്റെ പ്രോ വെർഷൻ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വൽ പ്ലാൻസ് ഉണ്ട്, ബിസിനസ് പ്ലാൻസ് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ടെനോഷെയറിന്റെ ബ്ലാക്ക് ഫ്രൈഡേ ഗിവ് അവേ നടക്കുന്നുണ്ട്. ആ ലിങ്ക് കൂടെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എത്താൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഗിവ് അവേയുടെ റൂൾസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഗിവ് അവേ ഷെയർ ചെയ്യാനും അതിലൂടെ നമുക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡൊക്കെ ഈ ഒരു പേജിൽ നിന്ന് ടെനോഷെയറിന്റെ പല പ്രൊഡക്റ്റുകളും നമുക്ക് ഡിസ്കൗണ്ടിൽ ബൈ ചെയ്യാൻ സാധിക്കും. ഏറ്റവും താഴെയായിട്ട് ഇവിടെ ജോയിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഫോണിലെ വാട്സപ്പ് ഡേറ്റ ഇവിടെ കാണുന്ന ഈ ഒരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. ഈ ഫോണിൽ കുറച്ച് ചാറ്റ് അതേപോലെ തന്നെ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ചാറ്റൊക്കെ എങ്ങനെയാണ് മറ്റൊരു ഈ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ 2 ഡിവൈസുകളും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ 2 ഡിവൈസുകളും കണക്റ്റഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് സാംസങ് ഫോണിൽ നിന്ന് നമ്മൾ മറ്റൊരു ഫോണിലേക്കാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എസൂസ് ഫോണിൽ നിന്ന് സാംസങ്ങിലേക്കോ അല്ലെങ്കിൽ സാംസങ്ങിൽ നിന്ന് എസൂസിലേക്കോ ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പം ഞാനിവിടെ സാംസങ്ങിലുള്ള ആ ഡേറ്റയാണ് മറ്റൊരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഇനി ചെയ്യേണ്ടത് ട്രാൻസ്ഫർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ പറഞ്ഞു തരും. അപ്പം നമുക്ക് USB ഡീബഗിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്സ് മൊത്തം ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡിവൈസാണോ ആ ഡിവൈസിനനുസരിച്ച് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് സാധാരണഗതിയിൽ നമുക്ക് എവിടെയായിരിക്കും ഈ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് കിട്ടുക എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ സാംസങ്ങിൻ്റെ ഫോണുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ബിൽഡ് നമ്പറിൽ ഒരു 7 ടൈംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. ആ ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് USB ഡീബഗിംഗ് എന്നുള്ളത് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ രീതിയിൽ USB ഡീബഗിംഗ് ഓൾറെഡി എൻ്റെ ഫോണിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. USB ഡീബഗിംഗ് എനേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഈ രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഫോണിന്റെ വാട്സ്ആപ്പ് ഡേറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് തന്നെ ഇവിടെ നിന്ന് ബാക്കപ്പ് ചെയ്തെടുത്ത് വെക്കാനായിട്ട് സാധിക്കും. ഞാൻ ബാക്കപ്പ് ചെയ്യുന്നില്ല, ഓവർ റൈറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ സോഴ്സ് ഡിവൈസിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക വാട്സപ്പിൽ. അതിനുശേഷം സെറ്റിംഗ്സിൽ വരിക. സെറ്റിംഗ്സിൽ ചാറ്റ് ഓപ്പൺ ആക്കുക. ചാറ്റിൽ ഇവിടെ നമുക്ക് ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നെവറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ബാക്കപ്പ് ചെയ്യുക. അതിനുശേഷം കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് വരിക. ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. ജസ്റ്റ് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ സോഴ്സ് ഡിവൈസിൽ നിന്ന് എന്തൊക്കെ ഡേറ്റയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡിവൈസിൽ, അതായത് സെക്കൻഡ് ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ആനിമേറ്റഡ് ജിഫ്, ഓഡിയോ, ഡോക്യുമെന്റ്സ്, ഇമേജസ്, സ്റ്റിക്കേഴ്സ്, വീഡിയോ, വോയിസ് നോട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ എല്ലാം സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ സക്സസ്ഫുൾ എന്ന് എഴുതി വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബാക്കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കപ്പ് നമുക്കിനി നമ്മുടെ സെക്കൻഡ് ഡിവൈസിലേക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് സെക്കൻഡ് ഡിവൈസിൽ നമുക്ക് ഒരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്ന് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സെയിം നമ്പർ ഉപയോഗിച്ച് നമ്മളതിൽ ലോഗിൻ ചെയ്യണം. അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെക്കൻഡ് ഡിവൈസിൽ ഞാൻ വാട്സപ്പ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ആ സെയിം നമ്പർ ഉപയോഗിച്ച് ഇതിൽ ലോഗിൻ ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആ സെയിം വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എന്താണ് സംഭവം നമുക്കൊന്ന് നോക്കാം. അലോ കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്തു. അടുത്തത് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. വാട്സപ്പിൽ
ബാക്കപ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ സെയിം വാട്സപ്പ് ചാറ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒന്നും ഒരു സഹായമില്ലാതെ നമ്മുടെ ഈ ഒരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വാട്സപ്പ് ചാറ്റ് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് വാട്സപ്പ് ഡേറ്റ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിപ്പം ആൻഡ്രോയിഡ് ടു ഐഫോൺ ആയാലും ഐഫോൺ ടു ആൻഡ്രോയിഡ് ആയാലും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് ആയാലും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ഈ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആകാൻ സാധ്യതയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർ ബൈ ചെയ്തിട്ട് ഉപയോഗിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നു. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് വരുന്നു. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്തെങ്കിലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു റൂമായി അടുത്ത വീഡിയോയിൽ കാണാം.